ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചരി പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിടുക. അപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് കൈ കൊണ്ട് തിരുമ്മിയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിരാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ നമുക്കിത് കുതിരാനായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കണം. അരി ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ടൊരു പായസം വെക്കണ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേവിക്കാൻ ആവശ്യത്തിന് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരി നമുക്കൊന്ന് തിളപ്പിച്ച് നന്നായി ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കണം. പാക്കറ്റ് പാല് 2 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയൊക്കെ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ 2 ഏലക്കായ ഒന്ന് പൊട്ടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യുക, നന്നായി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ട് പായസത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേനും നമ്മൾ നല്ല ടേസ്റ്റിയായ ഒരു പച്ചരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട, പാലും പച്ചരിയും പഞ്ചസാരയും മാത്രം മതി. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കും.